സെക്സ്, പ്രേമം, വിവാഹം എന്നീ വിഷയത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ എങ്ങനെ കണ്ടെത്താം എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിയായി തീരുവാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നിങ്ങൾ അവിടുത്തെ ശബ്ദത്തിന് ചെവി കൊടുക്കുമെങ്കിൽ അപ്രകാരം നിങ്ങളെ വഴി നടത്തുവാൻ ദൈവം യഥാർത്ഥമായ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. തൻ്റെ മക്കളിൽ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എഫേസ്യർ 2:10 നോക്കുക. ഇത് സത്യമെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യം ദൈവം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാതിരിക്കുവാൻ സാധ്യമല്ല. അപ്രകാരം അവിടുന്ന് നിങ്ങളുടെ വിവാഹം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യേണ്ട ആളിനെയും ദൈവം തീർച്ചയായും നിശ്ചയിച്ചിട്ടുണ്ട്. എങ്കിലും തന്നെ അനുസരിക്കുവാൻ ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. അതിനാൽ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ പ്ലാൻ അവഗണിക്കുകയോ നിരസിക്കുകയോ ചെയ്ത ശേഷം ദൈവഹിതത്തിന് പുറത്തുള്ള ഒരു വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമാണ്. നിങ്ങളുടെ ആത്മരക്ഷ കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനമായ തീരുമാനം നിങ്ങളുടെ ജീവിത സഖിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ചതാണ്. ഈ തീരുമാനമാകട്ടെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഭേദപ്പെടുത്തുവാൻ കഴിയാത്തതായതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തെറ്റ് പറ്റാതെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്വന്തം ജീവിതവൃത്തി അഥവാ തൊഴിൽ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തെറ്റായ തീരുമാനം എടുക്കുന്ന പക്ഷം ആ തെറ്റ് ശരിയാക്കുവാൻ നിങ്ങൾക്ക് വീണ്ടും സാധിച്ചെന്ന് വരാം. അതുപോലെ ജീവിതത്തിലെ മറ്റ് പല തീരുമാനങ്ങളും തിരുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. എന്നാൽ ദൈവഹിതത്തിൽ നിന്ന് അന്യമായ ഒരു വിവാഹം നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ആ തെറ്റ് ഒരിക്കലും തിരുത്തുവാൻ സാധ്യമല്ല. ഇവിടെ തെറ്റായി ചെയ്തു പോയ ഒരു തിരഞ്ഞെടുപ്പിനെ കഴിയുന്നിടത്തോളം ഉചിതമായി കൈകാര്യം ചെയ്യുവാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. വിവാഹത്തിൽ ദൈവഹിതം അനുസരിക്കാതെ പോവുക എന്നതൊരു ദുരന്ത അനുഭവം തന്നെയാണ്. ദൈവത്തിൻ്റെ സമയത്തിനായോ ഹിതത്തിനായോ കാത്തിരിക്കാതെ ദ്രുതഗതിയിൽ വിവാഹം ചെയ്ത പലരും ഇപ്പോൾ അതിനെപ്പറ്റി പശ്ചാത്തപിക്കുന്നവരാണ്. തീർച്ചയായും അവരുടെ ദൃഷ്ടാന്തം ഈ രംഗത്ത് കരുതലോടെ പ്രവർത്തിക്കുവാൻ യുവജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായി തീർന്നിരിക്കുന്നു. ദൈവഹിതത്തിന് പുറത്തായി വിവാഹം ചെയ്യുന്നതിനേക്കാൾ അവിവാഹിത ജീവിതം നയിക്കുന്നത് എത്രയോ ഭേദമാണ്. വിവാഹകാര്യത്തിൽ ദൈവത്തിൻ്റെ പരിപൂർണ ഹിതത്തിൽ നിന്ന് തെറ്റിപ്പോയ ശേഷം പിൽക്കാലത്ത് പശ്ചാത്തപിക്കുന്നവരോട് ദൈവം തൻ്റെ കരുണയിൽ അനുഗ്രഹകരമായ വിധം ഇടപെട്ടേക്കാമെങ്കിലും ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ തന്നെ നിലകൊള്ളുന്നതിനാൽ മാത്രമേ യഥാർത്ഥ സന്തുഷ്ടിയും അനുഗ്രഹവും ലഭിക്കുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകത്തക്ക വിധം നമ്മുടെ പരമമായ നന്മ ലഭിക്കണമെങ്കിൽ നമുക്കായി ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള ആളിനെ കണ്ടെത്തി അയാളെ തന്നെ വിവാഹം ചെയ്യേണ്ടത് ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത ആവശ്യവുമാണ്. ദൈവം ആദാമിനൊരു ജീവിത പങ്കാളിയെ കൊടുക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവിടുന്ന് 10 സ്ത്രീകളെ സൃഷ്ടിച്ച് അതിൽ ഏറ്റവും പറ്റിയ ആളെ തിരഞ്ഞെടുക്കുവാൻ ആദാമിനോട് കൽപ്പിക്കുകയല്ല ചെയ്തത്. ദൈവം ഒരുവളെ മാത്രം സൃഷ്ടിക്കുകയും അവളെ അവന് നൽകുകയും ചെയ്തു. ആ കാര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള അവസരം ആദാമിനുണ്ടായിരുന്നില്ല. ഈ ദൈവം തന്നെ അനുസരിക്കുന്ന ഓരോ മക്കൾക്കുമായി ഒരൊറ്റയാളെ മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. ഈ ഉപദേശം അതിൻ്റെ എല്ലാ അർത്ഥവ്യാപ്തിയോടും കൂടെ മനസ്സിലാക്കുവാൻ പ്രയാസങ്ങളുണ്ടായേക്കാം. ദൈവത്തിൻ്റെ പരമാധികാരമെന്ന ഉപദേശം മനുഷ്യൻ്റെ ഇച്ഛാ സ്വാതന്ത്ര്യമെന്ന ഉപദേശത്തോട് ഇണക്കിച്ചേർത്ത് മനസ്സിലാക്കുക പ്രയാസമായിരിക്കുന്നത് പോലെയാണിതും. എങ്കിലും ദൈവവചനം നൽകുന്ന ഉപദേശം ഇതുതന്നെയാണ്. അവിടുത്തെ പ്ലാൻ നാം സ്വീകരിക്കുന്ന പക്ഷം ദൈവം നമുക്കായി തിരഞ്ഞെടുത്ത വ്യക്തി ആദാമിന് ഹവ്യ എന്ന പോലെ എല്ലാ തരത്തിലും നമ്മുടെ വ്യക്തിത്വത്തെ പൂരിപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ വ്യക്തി തന്നെയാണ് പരമാവധി നല്ലതെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. ഇസ്ഹാക്കിനൊരു ഭാര്യ അന്വേഷിക്കുന്ന സമയത്ത് അബ്രഹാമിൻ്റെ കാര്യവിചാരകനായ എലയാസർ ഈ വസ്തുത മനസ്സിലാക്കിയിരുന്നു. അതിനാൽ ദൈവമേ, ഈ സ്ഥലത്തുള്ള ചില നല്ല പെൺകുട്ടികളുടെ അടുക്കലേക്ക് എന്നെ നടത്തി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ഹാക്കിനൊരു ഭാര്യയെ തിരഞ്ഞെടുക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത്. നേരെ മറിച്ച് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ഭാര്യയായിരിക്കുവാൻ അവിടുന്ന് നേരത്തെ തന്നെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്തിട്ടുള്ള പെൺകുട്ടിയുടെ അടുത്തേക്ക് എന്നെ നടത്തണമേ. ഉൽപ്പത്തി 24:14-44 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയപ്പോൾ യഹോവ എന്നെ വഴി നടത്തി എന്ന യഥാർത്ഥമായി തന്നെ പറയുവാൻ എലയാസറിന് സാധിക്കുകയും ചെയ്തു. ഉൽപ്പത്തി 24:47. ഇക്കാലത്ത് ചിലർ ഒഴുക്കൻ മട്ടിൽ പറയുന്നത് പോലെ വെറും ഭക്തിമയമായ ഒരു പദപ്രയോഗമല്ല ഇത്. നേരെ മറിച്ച് എലയാസർ പറഞ്ഞത് 100% സത്യമായിരുന്നു. എല്ലാ ക്രിസ്തീയ വിവാഹങ്ങളിലും ദൈവം തന്നോടുകൂടെ ഇരുന്ന് തന്നെ വഴി നടത്തി എന്ന് പറയുവാൻ സാധിക്കുമാറ് ദൈവ നടത്തിപ്പിനെക്കുറിച്ച് പൂർണ്ണമായി ഉറപ്പ് നമുക്ക് ലഭിക്കുവാൻ സാധിച്ചെങ്കിൽ എത്രയോ നന്നായിരുന്നു. തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് മാതാപിതാക്കളോ അതോ താൻ തന്നെയോ? ഈ വിഷയം നമുക്ക് അല്പമായി ചിന്തിക്കാം. ദൈവം നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തിയിലേക്ക് അവിടുന്ന് നിങ്ങളെ നേരിട്ടോ അഥവാ നിങ്ങളുടെ മാതാപിതാക്കൾ, സ്നേഹിതർ എന്നിവരിലൂടെയോ വഴി നടത്താവുന്നതാണ്. വിവാഹത്തിൽ ദൈവത്തിൻ്റെ വ്യക്തമായ നടത്തിപ്പിനെപ്പറ്റി ബൈബിളിൽ ഒരൊറ്റ ദൃഷ്ടാന്തം മാത്രമേ നാം കാണുന്നുള്ളൂ. അത് നാം ഇപ്പോൾ തന്നെ പറഞ്ഞ ഇസ്ഹാക്കിൻ്റെയും റിബേക്കയുടെയും വിവാഹമാണ്. ആ വിവാഹം മാതാപിതാക്കന്മാരാൽ മാത്രം ക്രമീകരിക്കപ്പെട്ട ഒന്നായിരുന്നില്ല. എന്നാൽ അബ്രഹാം റിബേക്കയെ ഒരിക്കലെങ്കിലും കാണുക പോലും ചെയ്തിരുന്നില്ല. അബ്രഹാമിൻ്റെ ദാസനും അവളെപ്പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല. ആ വിവാഹം യുവാക്കന്മാർ തന്നെ ക്രമീകരിച്ചതുമല്ല. എന്നാൽ ഇസ്ഹാക്കും റിബേക്കയും നേരത്തെ ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ല. നേരെ മറിച്ച് ദൈവം തന്നെ ക്രമീകരിച്ച ഒരു വിവാഹമായിരുന്നു അത്. ഇതിൽ നിന്ന് ഒരു സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തൻ്റെ മക്കളിൽ 2 പേരെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ
ദൈവം ഏത് മാർഗം ഉപയോഗിച്ചു എന്നതല്ല, പിന്നെ അവരെ അന്യോന്യം അടുപ്പിച്ചത് ദൈവമാണ് എന്ന കാര്യം ആണ് പ്രധാനം. നമ്മുടെ മാതാപിതാക്കളിലൂടെയോ സ്നേഹിതന്മാരിലൂടെയോ ദൈവം ഒരു വ്യക്തിയിലേക്ക് നമ്മെ നടത്തിയെന്ന് വരാം. അഥവാ അന്യസഹായം കൂടാതെ നാം സ്വയം ആ വ്യക്തിയെ കണ്ടെത്തിയെന്നും വരാം. അതെങ്ങനെയായാലും ദൈവം നമുക്കായി തിരഞ്ഞെടുത്തയാളാണ് ആ വ്യക്തി എന്ന ഉറപ്പ് നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. നിങ്ങളുടെ ആവശ്യത്തിൽ ദൈവം തൽപരനാണ്, യാതൊരു സംശയവുമില്ല. സംസ്കാര പാരമ്പര്യങ്ങളും മറ്റ് സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി പല യുവവിശ്വാസികളും വളരെയധികം ബോധവാന്മാരാണ്. ഈ പ്രശ്നങ്ങൾ തങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നതായി അവർ ചിന്തിക്കുന്നു. എന്നാൽ ഈ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് ചേർന്നതിനേക്കാൾ വലിയവനാണ് ദൈവം എന്ന കാര്യം അവർ വിസ്മരിച്ചു കളയുന്നു. മറ്റു ചിലർക്ക് തങ്ങളുടെ പ്രശ്നത്തിൽ ഒട്ടും തൽപരനല്ല ദൈവം എന്നൊരു രഹസ്യ ഭയം തന്നെയുണ്ട്. ഈ ഭയം അതുപോലെ തന്നെ അവർ പുറത്ത് പറഞ്ഞില്ല എന്ന് വരാം. അവരുടെ പ്രവൃത്തികൾ അതിനെ വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഭയപ്പെടുന്ന എല്ലാ ആളുകൾക്കും ധൈര്യം നൽകുന്ന ഒരു സന്ദേശം ഇവിടെ കുറിക്കുകയാണ്. അവൻ അഥവാ ദൈവം നിങ്ങൾക്കായി കരുതുന്നു. നിങ്ങളെക്കുറിച്ച് കരുതലുള്ള ഒരുവനാണ് ദൈവം. 1 പത്രോസ് 5:7. ആദാമിന് തുണയായി ഒരു ഭാര്യ ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അവനായി ഹവ്വയെ നൽകുകയും ചെയ്തത് ദൈവമാണെന്നുള്ളത് ഓർത്തുകൊള്ളുക. ഉൽപ്പത്തി 2:18. ആദാം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഒരു ഭാര്യയ്ക്ക് വേണ്ടി യാചിക്കേണ്ടി വന്നില്ല. ദൈവം ആദാമിന് വേണ്ടി കരുതി. അവിടുന്ന് നിനക്ക് വേണ്ടിയും കരുതുന്നു. അതിനാൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൻ നിങ്ങളെ നടത്തുവാൻ അവനായി കാത്തിരിക്കുക. അസ്വസ്ഥമായ മനോവിഭ്രമം കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല. ദൈവം ആദാമിന് ഗാഠനിദ്ര വരുത്തിയതായും അതിനുശേഷം അവനെ ഉണർത്തിയിട്ട് ഹവ്വയെ അവൻ്റെ മുമ്പിൽ എത്തിച്ചതായുമുള്ള വസ്തുതയിൽ മനോഹരമായൊരു സാദൃശ്യാർത്ഥം അടങ്ങിയിരിക്കുന്നു. ഉൽപ്പത്തി 2:21-22 നോക്കുക. നിദ്ര വിശ്രമത്തെ കുറിക്കുന്നു. ദൈവം താൻ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ജീവിത പങ്കാളിയെ നമ്മുടെ പക്കൽ എത്തിക്കുന്ന സമയം വരെ നാം സ്വസ്ഥ ചിത്തരായി അവനുള്ള വിശ്രാന്തിയിൽ കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. എന്തെന്നാൽ ഞാൻ പറയുന്ന ഈ വിശ്രമം ബാഹ്യവും ശാരീരികവുമായ ഒന്നല്ല, പിന്നെയോ ആന്തരികവും ആത്മീയവുമായ ഒന്നാണ്. നമുക്ക് എങ്ങനെ ഈ വിശ്രമം ലഭിക്കും അത് നോക്കാം. ദൈവഹിതം ചെയ്യുന്നതിനാൽ തന്നെ യേശു പറഞ്ഞു, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അതായത് നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹിതം ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം അഥവാ വിശ്രമം, റെസ്റ്റ് കണ്ടെത്തും. മത്തായി 11:29. ആക്കസ് എന്ന സ്ഥലത്ത് മിഷണറി ആയിരുന്ന ജിം എലിയറ്റ് പ്രസ്താവിച്ചതുപോലെ ദൈവഹിതത്തിൽ ഉറങ്ങുവാൻ നാം പഠിക്കണം. അപ്രകാരം നാം ചെയ്യുന്ന പക്ഷം ദൈവം തീർച്ചയായും തക്ക സമയത്ത് താൻ നിശ്ചയിച്ചിട്ടുള്ള വ്യക്തിയുടെ അടുക്കിലേക്ക് നമ്മെ നയിക്കും. മറ്റെല്ലാ ജീവിത രംഗങ്ങളിലും ദൈവഹിതം ചെയ്യുന്നതിൽ നാം ജാഗ്രതയോടെ വ്യാപരിക്കുമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ദൈവഹിതത്തിൽ നിന്ന് അകന്നു പോകുമെന്ന് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാ യുവജനങ്ങളും വായിച്ചിരിക്കേണ്ട 3 പുസ്തകങ്ങളുണ്ട്. അവ മിസസ് ഹോവാർഡ് ടൈലർ എഴുതിയ ജോൺ സ്റ്റാമിൻ്റെയും ബെറ്റി സ്റ്റാമിൻ്റെയും വിജയം, ദ ട്രയംഫ് ഓഫ് ജോൺ ആൻഡ് ബെറ്റി സ്റ്റാം, എലിസബത്ത് എലിയറ്റിൻ്റെ ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി, ജെ.സി. പാലക്കിൻ്റെ ഹഡ്സൺ ടൈലർ ആൻഡ് മരിയ എന്നിവയാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുവാൻ നാം സന്നദ്ധരാകണം. ബൈബിൾ പ്രസ്താവിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എബ്രായർ 11:6. നിങ്ങൾ ശുഷ്കാന്തിയോടെ ദൈവത്തിൻ്റെ സകല ഹിതവും അനുഷ്ഠിക്കുമെങ്കിൽ അവിടുന്ന് തീർച്ചയായും താൻ നിശ്ചയിച്ചിട്ടുള്ള വ്യക്തിയെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കും. അത് ഏത് വഴിയിൽ കൂടി ആയാലും കൊള്ളാം. മാതാപിതാക്കളിൽ കൂടെയോ സ്നേഹിതന്മാരിൽ കൂടെയോ നേരിട്ട് തന്നെയോ ആയെന്ന് വരാം. സ്വർഗം ഏതെന്ന് നിശ്ചയിക്കുന്ന കാര്യം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിശ്ചിത സമയത്ത് അവിടുന്ന് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. സങ്കീർത്തനം 37:4 നോക്കുക. നിങ്ങളുടെ സ്ഥലത്തുള്ള സഭയിലോ ക്രിസ്തീയ കൂട്ടായ്മയിലോ അഥവാ മറ്റേതെങ്കിലുമുള്ള തത്തുല്യമായ കൂട്ടായ്മയിലോ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയെ കണ്ടെത്തുവാൻ ദൈവം നിങ്ങളെ വഴി നടത്തിയെന്ന് വരാം. ഒരു ക്രിസ്തീയ കൂട്ടായ്മ യോഗത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നതായി തോന്നുന്ന പക്ഷം അയാളെ ഈ കാര്യത്തിൽ പരിഗണനാ വിഷയമാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അന്യോന്യം കണ്ടുമുട്ടുവാൻ സാഹചര്യങ്ങളെ തൻ്റെ ഹിതപ്രകാരം ഒരുക്കിയത് ദൈവം തന്നെ ആയിരിക്കാം. ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത് പോലെയുള്ള ഒരു കാര്യം വിശുദ്ധമായ ഒരു കൂട്ടായ്മ യോഗത്തിലൂടെ സംഭവിക്കുന്നതിൽ എന്തോ അശുദ്ധിയുണ്ടെന്ന് പല ആളുകളും ചിന്തിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തെയും പ്രേമത്തെയും കുറിച്ചുള്ള വഴിതെറ്റിയ ചിന്താഗതി മൂലമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്ന കാര്യത്തിൽ തീർച്ചയായും വിശുദ്ധമല്ലാത്ത ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. ദൈവം മുമ്പാകെ വിശുദ്ധമായ ഒരു കാര്യമാണത്. നിങ്ങളുടെ ഹൃദയം വിശുദ്ധവും സ്വഭാവം ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതുമാണെങ്കിൽ മറ്റുള്ളവർ എന്തു പറയും എന്നതിനെപ്പറ്റി നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കാര്യം ഇവിടെ പറയുവാൻ കാരണമുണ്ട്. തങ്ങൾ ബന്ധപ്പെട്ടിരുന്ന ക്രിസ്തീയ കൂട്ടായ്മ സംഘങ്ങളിൽ നിന്നും സ്വന്തം ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ മാനുഷ്യഭയം അഥവാ മറ്റുള്ളവർ എന്തു പറയുമെന്ന ഭയം മൂലം ഒരുമ്പെടാതിരുന്നിട്ടുള്ള ചിലർ ഒടുവിൽ നാമധേയ ക്രിസ്ത്യാനികളായ തങ്ങളുടെ മാതാപിതാക്കന്മാർ ആലോചിച്ചു കൊണ്ടുവന്ന വെറും അവിശ്വാസികളെ വിവാഹം ചെയ്യുവാനിടയായ ചില സന്ദർഭങ്ങൾ എൻ്റെ അറിവിൽപ്പെട്ടിട്ടുണ്ട്. മാനുഷ്യഭയം അവരെ സാത്താൻ്റെ മറിഞ്ഞിരുന്ന കെണിയിൽ അകപ്പെടുത്തുകയാണ് ഉണ്ടായത്. സദൃശവാക്യ 29:25 ഒന്ന് ശ്രദ്ധിക്കുക. തൽഫലമായി ദൈവത്തിനും സഭയ്ക്കും അനേകം ക്രിസ്തീയ ഭവനങ്ങൾ നഷ്ടപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ചില വിശ്വാസികൾക്ക് വീണ്ടും ജന്മം പ്രാപിച്ച മറ്റ് ക്രിസ്ത്യാനികളുമായുള്ള കൂട്ടായ്മയ്ക്കുള്ള അവസരങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. മറ്റു ചിലർക്ക് ലഭിച്ചിട്ടുള്ള കൂട്ടായ്മ വളരെ
ചുരുങ്ങിയ പരിധിയിലുള്ളതായും വരാം. അതുപോലെ രോഗം, കുടുംബ പശ്ചാത്തലം, നിർഭാഗ്യകരമായ കുടുംബ സാഹചര്യങ്ങൾ, സാംസ്കാരിക പ്രതിബന്ധങ്ങൾ എന്നിവ മൂലമുള്ള പ്രശ്നങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളും കണ്ടേക്കാം. ഈ ആളുകൾ തങ്ങൾക്ക് എപ്രകാരം തക്ക വ്യക്തിയെ കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് സംശയിക്കുന്നുണ്ടാകാം. എല്ലാ ആശയും കൈവിട്ട് പലരും തങ്ങളുടെ മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്ന അവിശ്വാസികളെ വിവാഹം ചെയ്യുവാൻ തുനിയുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിശ്വാസികളുടെ കാര്യത്തിൽ ഈ ചിന്താഗതി വന്നുകൂടുവാൻ ഇടയാകുന്നത് കേവലം അവിശ്വാസം കൊണ്ട് മാത്രമാണ്. ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഓരോരുത്തരിലും ദൈവത്തിന് താല്പര്യമില്ലേ? നിങ്ങളുടെ സാഹചര്യം അസാധ്യമായ ഒന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മനുഷ്യരാൽ അസാധ്യമെന്ന് കരുതപ്പെടുന്ന കാര്യങ്ങളിൽ പ്രത്യേക വൈദഗ്ധ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരുവനാണ് ദൈവമെന്ന് ഓർത്തുകൊള്ളുക. ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കുന്നതായി നിങ്ങൾ കാണും. മത്തായി 9:25. നിങ്ങളുടെ ഹൃദയം അവൻ്റെ നേരുള്ളതാണെങ്കിൽ, ദൈവവചനത്തിൽ നൽകപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളോട് വിശ്വസ്തനായി നിങ്ങൾ നിലകൊള്ളുമെങ്കിൽ, അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങൾക്കായി ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നതായി നിങ്ങൾ കണ്ടു മനസ്സിലാക്കും. 2 ദിനവൃത്താന്തം 16:9. സാംസ്കാരിക പ്രതിബന്ധങ്ങളോ മാതാപിതാക്കളുടെ എതിർപ്പോ പ്രത്യേക സാഹചര്യങ്ങൾ മൂലമുള്ള വൈഷമ്യങ്ങളോ മറ്റ് 1001 കൂട്ടം തടസ്സങ്ങളോ ഒന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായ നമ്മുടെ ദൈവത്തിനൊരു പ്രശ്നമല്ല തന്നെ. ഉദാഹരണമായി, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യാനിയായി തീർന്ന ശേഷം കുടുംബത്തിൽ നിന്ന് ഒറ്റതിരിക്കപ്പെട്ട് തനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുവാൻ ആരുമില്ലാതിരുന്ന ഒരു യുവതിയെ എനിക്കറിയാം. എന്നാൽ ദൈവം അവൾക്ക് വിശ്വാസിയായ ഒരു യുവാവിനെ പങ്കാളിയായി നൽകി. ആ യുവാവിൻ്റെ മാതാപിതാക്കൾ അത്ഭുതാപകമായ വിധത്തിൽ യാതൊരു മടിയും കൂടാതെ ആ ആലോചന സ്വീകരിക്കുകയും ചെയ്തു. ദൈവം സാഹചര്യങ്ങളുടെ മേൽ വാഴുന്നവനാണ്. അവിടുന്ന് നമ്മുടെ പിതാവാണെങ്കിൽ നാം അപ്പം ചോദിക്കുമ്പോൾ അവിടുന്ന് കല്ല് തരികയില്ലെന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം. ദോഷികളായ പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നവരാണെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മത്തായി 7:11. ഈ നന്മയിൽ ഒരു ജീവിത പങ്കാളിയെയും ബൈബിൾ ഉൾപ്പെടുത്തുന്നുണ്ട്. സദൃശവാക്യം 18:22 കൂടെ ശ്രദ്ധിക്കുക. തൻ്റെ മക്കൾ തൻ്റെ വിശ്വസ്തതയെ പരീക്ഷിച്ചറിയുവാനായി ദൈവം കാത്തിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ക്ഷമ കാട്ടണം. അക്ഷമയാലും ധൃതഗതിയാലും ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന പരമോന്നത നന്മ നഷ്ടപ്പെടുത്തുവാൻ ഇടയാകരുത്. പലരും അപ്രകാരം ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിശ്വസിക്കുക. പൂർണ്ണമായി അവിടുത്തെ വിശ്വസിക്കുന്നവർ ദൈവം തികച്ചും സത്യവാനാണെന്ന് മനസ്സിലാക്കും. തൻ്റെ പ്രത്യേക പരിതസ്ഥിതിയോ സാഹചര്യമോ ഒരു അപവാദം ആണെന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ ദൈവമായ കർത്താവ് എല്ലാറ്റിനെയും ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ആദാമിന് തക്ക തുണയായിരിക്കാൻ വേണ്ടിയാണ് ഹവ്വയെ ദൈവം സൃഷ്ടിച്ചത്. തന്മൂലം പല വിധത്തിലും അവൾ ആദാമിനോട് ഐകരൂപ്യമുള്ളവളാകേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വിവാഹം ചെയ്യുന്ന വ്യക്തി പല വിധത്തിൽ നിങ്ങളോട് അനുയോജ്യയായിരിക്കേണ്ടത് ആവശ്യമാണ്. വിവാഹത്തിൽ 2 വ്യക്തികൾ ഒന്നായിത്തീരുന്നു. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ സാധ്യമല്ലെന്ന് ദൈവവചനം പറയുന്നു. ആമോസ് 3:3. അതിനാൽ വിവാഹം ഒരു വിജയമായി തീരണമെങ്കിൽ ഒരു വലിയ പരിധിവരെ ഒരുമയും പൊരുത്തവും യോജിപ്പും ആവശ്യമാണ്. ഒന്നായി തീരേണ്ട 2 പേരും ഭിന്ന വ്യക്തികളെന്ന നിലയിൽ ആത്മാവ്, ദേഹി, ദേഹം എന്നിവയോട് കൂടിയുള്ളവരാകയാൽ ഈ 3 മേഖലകളിലും ഒരു വലിയ അളവിലുള്ള ഐകരൂപ്യം ആവശ്യമാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ഏകീഭാവം ആത്മാവ്, ദേഹി, ദേഹം എന്നിവയുടേതായ ഒരു ഏകീഭാവമായി പരിണമിച്ചിട്ടുള്ളിടത്തെല്ലാം വിവാഹം ദൈവഹിതപ്രകാരമുള്ള ഒന്നായിരിക്കും. അപ്രകാരം ഒരു ഏകീഭാവം സഭാപ്രസംഗി 4:12 പറയുന്നത് പോലെ അറ്റുപോകാത്ത ഒരു മുപ്പിരിച്ചരടായിത്തീരും. അറ്റുപോകുക എന്ന വാക്ക് ഇവിടെ വിവാഹമോചനത്തെ മാത്രം കുറിക്കുന്നതല്ല, പിന്നെയോ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള യോജിപ്പില്ലായ്മയെ കൂടി കുറിക്കുന്നതാണ്. വിവാഹത്തെപ്പറ്റിയുള്ള ദൈവഹിതം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പരിഗണിക്കുന്ന വ്യക്തിയെ ഈ 3 വശങ്ങളിൽ കൂടിയും വീക്ഷിക്കേണ്ടത് ആവശ്യമാണ്.